സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ കൂട്ടുകാരൻ കൂടെ സ്വാമിജിയുടെ അടുത്തേക്ക് പോവാണ് നമ്മുടെ സുധി. അവിടെ ചെന്നതിന് ശേഷം വായും കൊണ്ട് അടങ്ങിയിരിക്കാതെ സ്വാമിജിയെ കുറേയൊക്കെ പറയുന്നുണ്ട്. സ്വാമിജി പറയാണ്, നിന്റെ വാ തന്നെയാണ് നിന്റെ പ്രശ്നം, അതുകൊണ്ട് പരിഹാരം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നിനക്ക് കാനഡയിലേക്ക് പോകാനുള്ള ക്യാഷല്ലേ വേണ്ടത്, അതിന് എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പം നമ്മൾ ടോളിന് കാശ് കൊടുത്തല്ലേ അപ്പുറത്തേക്ക് കടക്കുക, അതുപോലെ തന്നെ ഇവിടെയും ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അമ്പലത്തിന്റെ വാതിൽക്കൽ പോയി ഭിക്ഷ എടുക്കാൻ പറയുന്നുണ്ട്. അയ്യോ, എന്തൊക്കെയാ സാറേ പറയുന്നേ? ഭിക്ഷ എടുക്കാനോ? ഞാനോ? അതേടാ, ഭിക്ഷ എടുക്കണം, എങ്കിൽ മാത്രമേ നീ രക്ഷപ്പെടുള്ളൂ എന്ന് പറയുന്നുണ്ട്. സുധി പറയാണ്, അയ്യോ ഞാനോ? എനിക്ക് 7 ഡിഗ്രി ഉണ്ട്, എങ്കിലേ 7 ഡിഗ്രിയും മടക്കി പിടിച്ച് നീ നടന്നോ, അതുകൊണ്ട് നടന്ന അവസാനം നീ ഭിക്ഷ എടുക്കത്തേ ഉള്ളൂ. നിന്റെ മനസ്സിലെ ആഗ്രഹം സാധിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് പരിഹാരകർമ്മം ചെയ്യണമെന്ന് പറയാണ്. അങ്ങനെ കൂട്ടുകാരൻ കൊണ്ടുപോയിട്ട് അവനെ പിച്ചക്കാരൻ്റെ വേഷമൊക്കെ ധരിപ്പിച്ച് അമ്പലത്തിന്റെ വാതിൽക്കൽ കൊണ്ട് ഇരുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. സച്ചിയെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പറയാതെ അവൾ പോവാണ്. അതിനുശേഷം അവിടെ പോയതിന് ശേഷം അവള് ഇങ്ങനെ ഓരോരുത്തർക്കും ഭിക്ഷക്കാർക്ക് ഇങ്ങനെ പൈസ കൊടുത്തു വരുമ്പം പരിചയമുള്ളൊരു സൗണ്ട് പോലെ കേൾക്കുന്നുണ്ട്. സുധി മുഖം മറിച്ചിരിക്കുകയാണെങ്കിലും ആ സൗണ്ട് കേൾക്കുമ്പോഴേക്കും രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് പരിചയമുള്ള സ്വരമാണല്ലോ എന്ന്. രേവതി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് സുധീനെയാണ്. അടുത്തു പോയിട്ട് ഏട്ടാ, സുധിയേട്ടാ എന്ന് വിളിക്കുമ്പോഴേക്കും സുധി മുഖം കാണിക്കുന്നില്ല. സുധിയേട്ടാ എന്ന് വിളിക്കുമ്പോഴേക്കും അവളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അവൾ ഞെട്ടിപ്പോകുന്നുണ്ട്. അയ്യോ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നിങ്ങളെന്താ ഇവിടെ വന്നിരിക്കുന്നേ? എന്ത് കോലമായത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ഞാൻ ചോദിക്കുന്നത് കേട്ടില്ലേ? നിങ്ങൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? നിങ്ങളെന്താ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കാണ്. വീണ്ടും സുധി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രേവതിയാണെങ്കിൽ നേരെ പോയി മാറി നിൽക്കുകയാണ്. അതിനുശേഷം അവിടുന്ന് സച്ചിയെ വിളിക്കുന്നുണ്ട്. സച്ചി ഓട്ടത്തിലായിരിക്കും. അതെ, അമ്പലത്തിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സച്ചിയേട്ടാ, അത്യാവശ്യ കാര്യമാണ്. അന്ന് നിങ്ങൾ എന്നെ ഒരു അമ്പലത്തിലേക്ക് എടുത്തോണ്ട് നടന്നില്ലേ, ആ അമ്പലത്തിലേക്ക് വാ. അയ്യോ, ഇനി എടുത്തോണ്ട് നടക്കാനാണോ? എന്നെ കൊണ്ടങ്ങ് വയ്യ, അന്ന് തന്നെ ഞാൻ തളർന്നു, ഇനി എനിക്ക് വയ്യ. അതൊന്നും അല്ല സച്ചിയേട്ടാ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നമാ? നീ വീണോ? എന്തെങ്കിലും സംഭവിച്ചോ? സച്ചിയേട്ടാ, അതൊന്നും അല്ല. ഇവിടെ സുധിയേട്ടനുണ്ട്. സുധി അമ്പലത്തിലോ? അവൻ പാർക്കിലല്ലേ പോയി കളിക്കാറ്, അവിടെ വന്നിരുന്നോ? സച്ചിയേട്ടാ, ഞാൻ പറഞ്ഞു മനസ്സിലാക്ക്, പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ, അത്യാവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ടാക്കിയിട്ട് സച്ചി അപ്പോൾ തന്നെ അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട്. എന്താടി, എന്താ കാര്യം ചോദിക്കാണ്. സച്ചിയേട്ടാ, അവിടെ അമ്പലത്തിന്റെ വാതിക്ക് ഭിക്ഷ എടുക്കുന്നവരുടെ കൂട്ടത്തില് സുധിയേട്ടനിരിക്കുന്നു. സുധിയോ? നിനക്ക് തോന്നിയതായിരിക്കും. അവൻ സാധാരണ ഹോട്ടലിൽ പോലും ഭക്ഷണം കഴിക്കാത്തവനാ, പിന്നല്ലേ അമ്പലത്തിനകത്തേക്ക് ഭിക്ഷ എടുക്കാന്? നിനക്ക് തോന്നിയതായിരിക്കും. അയ്യോ സച്ചിയേട്ടാ, സത്യമായിട്ടും അല്ല, ഞാൻ കണ്ടതല്ലേ. വാ, ഞാൻ നേരിട്ട് കാണിച്ചു തരാം, അപ്പൊ വിശ്വാസമാവല്ലോ. നീ എന്തൊക്കെയാടി പറഞ്ഞത്? സുധിയോ? സുധിയെ അഭിമാനം വിട്ടൊരു കളി കളിക്കാത്തവനാ എന്നും പറയുമ്പോഴേക്കും നിങ്ങൾ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് രേവതി അവന്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോഴേക്കും അവിടെ ഭിക്ഷ എടുക്കുന്ന സുധിയെ കണ്ട് ഞെട്ടി നിൽക്കാണ് സച്ചി. എടാ, നീ എന്താടാ ഈ കാണിക്കുന്നേ? നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഡാ സുധി, ഞാൻ വിളിക്കുന്നത് കേട്ടില്ലേ? ഡാ, ഒന്ന് മാറിപ്പോടാ, ഞാനിവിടെ ഭിക്ഷ എടുക്കുന്നത് കണ്ടില്ലേ? എടാ, നിനക്ക് എന്താടാ തലയെടുത്തോ? നീ എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? എഴുന്നേക്കറ അവിടുന്ന്. ഞാൻ വരില്ല. മാറി നിൽക്ക് സച്ചി, എന്റെ അടുത്ത് മാറി നിൽക്ക്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, മരയ്ക്ക് ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വാടാ എന്നും പറഞ്ഞ് അവന്റെ കയ്യെ പിടിച്ച് വലിക്കാണ്. അപ്പോഴേക്കും അടുത്തിരുന്ന ആൾ ചോദിക്കാണ്, മോനെ നീ ആരാ മോനെ? ഇതേ, ഇവൻ എന്റെ ഏട്ടനാ, ഞാൻ അവന്റെ അനിയനും ഇതെന്റെ ഭാര്യയുമാ. ഇത്ര നല്ല അനിയനും ഭാര്യയെ കൊണ്ടിട്ടാണോടാ നീ വന്നിവിടെ ഭിക്ഷ എടുക്കുന്നത്? നിനക്കെന്താ തലയെടുത്താണോ? മോനെ, എന്തോ പരിഹാരമൊക്കെയാണെന്നും പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നേ. പരിഹാരമോ? അതെ, 6 മണിയാകുമ്പോഴേക്കും ഞാൻ വന്നോളാം, നിങ്ങൾ വിൽക്കോ, ഞാൻ വരില്ല. ഇതെന്താടാ 6 മണി കണക്ക്? എടാ, മര്യാദയ്ക്ക് ഇങ്ങോട്ട് എണീച്ച് വരാനാ പറഞ്ഞത്. അപ്പോഴേക്കും സുധി പറയാണ്, ഇതേ ഒരു പരിഹാര പൂജയാ, എന്റെ മനസ്സിൽ നേർന്ന് നടക്കാനായിട്ട് ഒരു സ്വാമിജി പറഞ്ഞെന്ന പൂജയാ. രേവതി, അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലേ സച്ചിയേട്ടാ. ഭിക്ഷ എടുക്കാനൊന്നും ഒരു സ്വാമിജിയും ഒരു ദൈവങ്ങളും പറഞ്ഞിട്ടില്ല എന്ന് രേവതി പറയുമ്പോൾ കേട്ടല്ലോ, ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. ഛേ, എന്ത് നാറ്റവാടാ ഇത്? എന്താണ് ഇങ്ങനെ നാറുന്നേ? അത് പിന്നെ ഇതൊരു ഭിക്ഷക്കാരൻ്റെ ഒരു ദിവസം വാടകയ്ക്കെടുത്ത ഡ്രസ്സാ. വാടകയ്ക്കോ? നീ എന്താടാ ഈ കാണിച്ചു കൂട്ടുന്നേ? എന്തൊക്കെയാടാ ഈ പറഞ്ഞെന്നും പറഞ്ഞിട്ട് നീ ഇങ്ങോട്ടേക്ക് വന്നേ എന്നും പറഞ്ഞിട്ട് അവനെ വിളിച്ചോണ്ട് പോയി മാറി നിൽക്കുന്നുണ്ട്. ഡാ,
നിന്നോട് ഈ പൊട്ടത്തിലൊക്കെ ആരാ പറഞ്ഞെന്നേ? അത് പിന്നെ എൻ്റെ ആ ഫ്രണ്ടില്ലേ, അവനോട് ഞാൻ കാനഡയിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവനാ പറഞ്ഞത് സ്വാമിജിയെ പോയി കാണാന്ന്. ഞാൻ ക്യാഷ് ചോദിച്ചപ്പോൾ അമ്മയും തന്നില്ല, എൻ്റെ ഭാര്യയും തന്നില്ല. എല്ലാവരും കൂടി എന്നെ കളിയാക്കുമല്ലേ. എടാ, അന്ന് വെച്ച് ഇതാണോടാ കുറുക്ക് വഴി? കാനഡയിൽ പോകാൻ നിനക്ക് ക്യാഷ് വേണമെങ്കിലേ അധ്വാനിക്കണം, കാശുണ്ടാക്കണം, എന്നിട്ട് പോണം. അതിന് കുറുക്ക് വഴി കണ്ടാലേ ഇങ്ങനെ ഇരിക്കും. രേവതി പറയാണ്, സച്ചിയേട്ടാ മിണ്ടാതിരിക്കുക, വീണ്ടും വീണ്ടും അങ്ങനൊന്നും പറയാതെ. പിന്നെ നിന്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഇത് കാണുമ്പോഴേ എന്ത് വിഷമാണോന്ന് ആലോചിച്ച് നോക്കിയേ നീ. അപ്പോഴേക്കും സുധി കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അല്ല, നിന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടേ ഡ്രസ്സൊക്കെ കൊണ്ടുവരാൻ പറ. അങ്ങനെ ഫ്രണ്ടിനെ വിളിക്കുമ്പോഴേക്കും ഫ്രണ്ട് ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അവൻ പറയുന്നുണ്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. ആ ജോലിയില്ലാത്തവനല്ലേ, നിന്റെ കൂടെ പാർക്കിൽ കറങ്ങി നടക്കുന്നവൻ, എനിക്ക് മനസ്സിലായി. അവനെ കാണുള്ളൂ ഇമാതിരി കുരുട്ടുബുദ്ധിയൊക്കെ. എന്തായാലും ഞാൻ പറഞ്ഞനുസരിച്ച് മര്യാദയ്ക്ക് കാറിൽ കയറാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് സുധിയെ കാറിൽ കയറ്റുന്നുണ്ട്. വീടിന്റെ വാതിൽ കയറുമ്പോഴേക്ക് സുധി പറയാണ്, ഞാൻ ഇറങ്ങുന്നില്ലടാ, ആരെങ്കിലും കാണും, അമ്മയും ശ്രുതിയൊക്കെ നീ കോലത്തിൽ കണ്ട അവർക്ക് വിഷമാവും. പിന്നല്ലാതെ പാലും ബദാമും ഒക്കെ തന്ന് നല്ല ചക്കരക്കുടം പോലെ വളർത്തിക്കൊണ്ട് വന്നാലേ നിന്നെ, പിന്നെ ഈ കോലത്തിനെ കണ്ട ആർക്കാ സഹിക്കാനാവുന്നേ? രേവതി പറയുന്നുണ്ട്, വഴിയിൽ വെച്ച് ഒരു ഡ്രസ്സ് വാങ്ങി കൊടുത്തിട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ഈ കൊല്ലത്തിൽ കണ്ട അമ്മയ്ക്കൊക്കെ സഹിക്കാനാവില്ല. സാരയില്ല, നീയേ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് പോയെന്നങ്ങ് കരുതിയാൽ മതി. നീ ഭിക്ഷ എടുക്കാൻ പോയതല്ലോ, പരിഹാര കർമ്മത്തിന് പോയതല്ലേ, അതങ്ങ് പറഞ്ഞാലേ എല്ലാവർക്കും മനസ്സിലായിക്കോളും എന്നും പറഞ്ഞിട്ട് സുധിയേം കൂട്ടി സച്ചിയാണെങ്കിൽ അകത്തേക്ക് വരുന്നുണ്ട്. അകത്തേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയും രവിയും കൂടെ ചായ കുടിക്കായിരിക്കും. ഈ ഭിക്ഷക്കാരനെ കൊണ്ട് വരുന്ന കാണുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എടാ എന്താണ് ഈ കാണിക്കുന്നേ? വന്ന് ഭിക്ഷക്കാരന്മാരെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയോ? എടാ വല്ല 5 10 കൊടുത്ത് പറഞ്ഞയക്കാനുള്ളതിന് അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണോ? സച്ചി പറയാണ്, അമ്മേ ആവശ്യമില്ലാത്ത പറയരുത്, പിന്നാലെ വല്ലാതെ ദുഃഖിക്കേണ്ടി വരും. ഇത് ദുഃഖിക്കാനാടാ, വയറൊക്കെ ഇറക്കി വിടുക. അപ്പോഴേക്കാണെന്ന് സുധി അമ്മാന്ന് വിളിക്കുന്നുണ്ട്. ചേ അങ്ങനൊന്നും വിളിക്കരുത്, മിണ്ടാതിരിക്കടാ അങ്ങോട്ട്, അമ്മാ എന്ന് വിളിക്കുമ്പോഴേക്കും മിണ്ടാതിരിക്കടാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അത് പിന്നെ അമ്മേ ഇത് ആരാണെന്നറിയോ? എന്താടി നീ എന്താടി പറഞ്ഞേ? വഴി കണ്ട ആൾക്കാരെല്ലാം വിളിച്ചു കൊണ്ടുപോകാൻ ഇതെന്താ സത്രോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെയും വഴക്ക് പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധി പറയാണ്, അമ്മേ ഇത് ഞാനാ അമ്മേ എന്നും പറഞ്ഞിട്ട് അവൻ കരയുന്നുണ്ട്. അയ്യോ എൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രയുടെ ചങ്ക് കത്തിപ്പോവാണ്. ചന്ദ്ര പൊട്ടിക്കരഞ്ഞുണ്ട്. മോനെ എന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നേ? നിന്റെ കോലവാടാ നിന്റെ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇവൻ ഭിക്ഷ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഭിക്ഷ എടുക്കായിരുന്നോ? നീ എന്തൊക്കെയാ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ട്. അയ്യോ സച്ചിയേട്ടാ, സോറി സുധിയേട്ടാ, എന്താ ഈ കാണുന്നൊക്കെ? എന്താ സുധി ഇതൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയാണ്, ഞാനേ രാവിലെ അമ്പലത്തിലേക്ക് പോയതാ, അവിടുന്ന് ഭിക്ഷ കൂട്ടത്തിന്ന് പരിചയ സ്വരം പോലെ തോന്നി, നോക്കിയപ്പം അത് സുധിയേട്ടനാ. ഞാൻ ചോദിച്ചപ്പോഴൊന്നും കാര്യം പറഞ്ഞില്ല, പിന്നെ ഞാൻ സച്ചിയേട്ടനെ വിളിച്ചു വരുത്തായിരുന്നു, അങ്ങനെ എങ്ങോട്ടേക്ക് കൊണ്ടുവന്നേന്ന് പറയുന്നുണ്ട്. എന്താ സുധി, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? അത് പിന്നെ ഇതൊരു സ്വാമിജി പറഞ്ഞിട്ട് ചെയ്ത പരിഹാര പൂജയാ. പരിഹാര പൂജ എന്ന് പറഞ്ഞാൽ ഭിക്ഷ എടുക്കുകയാണോ ചെയ്യാറ്? ഇങ്ങനെയൊക്കെയാ ഏതെങ്കിലും ദൈവങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ശ്രുതി എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയാണ്, എനിക്ക് കാനഡയിൽ പോകാൻ വേണ്ടി എനിക്ക് പൈസ വേണമായിരുന്നു. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയും തന്നില്ല, നീയും തന്നില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇങ്ങനെ ചെയ്താല് മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടക്കുമെന്ന് ആ സ്വാമിജി പറഞ്ഞു, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടുന്ന് ചന്ദ്ര കരഞ്ഞോണ്ട് പറയാണ്, എൻ്റെ പൊന്നു മോനെ, ആകെപ്പാട് മിച്ചമുള്ളത് ഈ വീടാ, അതും കൂടി നശിച്ചു പോകരുതെന്ന് കരുതിയിട്ടല്ലേ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത്. എൻ്റെ മോനെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാവൂ എന്ന് ചന്ദ്ര ചോദിച്ച് കരയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയാണ്, ഇല്ലാത്ത കാശുണ്ടാക്കി പുറത്തുപോയി ജോലി ചെയ്യുന്നത് നല്ലത്, ഉള്ള കാശിന് ഇവിടെ കാണാം എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുന്നതല്ലേ എന്നും ചോദിച്ച് വഴക്ക് പറയുമ്പോഴേക്കും ചന്ദ്ര പറയാണ്, നീ മിണ്ടാരേടാ. ഞാൻ മിണ്ടാതെ ഒന്നും ചെയ്യാതിരുന്നെങ്കിലേ നിങ്ങളുടെ മോൻ ഇപ്പോഴും ആ റോഡ് സൈഡിൽ ആ അമ്പലത്തിന്റെ വാതൊക്കെ ഭിക്ഷ എടുത്തോണ്ടിരുന്നേനെ എന്ന് പറയുന്നുണ്ട്. അച്ഛൻ പറയുന്നുണ്ട്, മോളെ ഇവനെ കൂട്ടിക്കൊണ്ടുപോയി ഒന്ന് കുളിപ്പിച്ചിട്ട് കൊണ്ടുപോവാ. അപ്പോഴേക്ക് സച്ചി പറയാണ്, പാർലറേട്ടത്തി സൂക്ഷിച്ചു കൊണ്ടുപോക്കോ, വേറെ കുച്ചക്കാണെന്ന് കടം മേടിച്ച ഡ്രസ്സാ, നല്ല നാറ്റവാ എന്നും പറഞ്ഞ് അകത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ രേവതിയും സച്ചിയൊക്കെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഉടനെ ശ്രുതി പോയിട്ട് ശ്രുതിനെ കെട്ടിപ്പിടിച്ച് കഴിയുന്നുണ്ട്. എന്താ ശ്രുതി, നീ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നേ? എനിക്ക് നിന്നെ ജീവനാ, നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ എനിക്ക് അങ്ങനെ സഹിക്കാനാവും.
അത് പിന്നെ ശ്രുതി, നീയും പൈസ തന്നില്ല, അമ്മയും തന്നില്ല, ജോലിയില്ലെന്നുള്ള പേരും പറഞ്ഞ് എല്ലാരും എന്നെ കളിയാക്കാൻ നീ കേട്ടതല്ലേ. എല്ലാവരും മുമ്പിൽ നാണം കിട്ട് ഞാൻ മടുത്തു. എങ്ങനെയെങ്കിലും ഒരു രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ശ്രുതി, ഞാൻ ഉള്ളിടത്തോളം കാലം നീ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരില്ല. ഞാൻ അതിനെ സമ്മതിക്കില്ല. എന്ത് വേണമെങ്കിലും നിനക്കൊണ്ട് ചെയ്യാൻ എനിക്ക് സമ്മതമാണെന്നും പറഞ്ഞിട്ട് അവൾ അവിടുന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വർഷേനാണ് കേട്ടോ. വർഷയാണെങ്കിൽ നേരെ സ്റ്റുഡിയോയിൽ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ചെന്നപാടുകളുടെ ബാഗൊക്കെ വലിച്ചെറിയുന്നുണ്ട്. അച്ഛനമ്മയും ചോദിക്കാണ്, മോളെ എന്താ നീ കാണിച്ചു കൂട്ടുന്നേ, നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഒന്നും പറയണ്ട, നിങ്ങൾ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചല്ലോ ഒരു റോഷൻ, അവന് ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടെന്നറിയാവോ? എന്താ മോളെ, എന്താ പ്രശ്നം? വഴി സൈഡിൽ വെച്ച് അവൻ എന്നെ തടഞ്ഞു നിർത്തി, എന്റെ കൈ കയറി പിടിച്ചു, എന്നെ മിസ്ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, അതിന് അവനോടില്ലല്ലോ മോളെ, അവൻ വന്നിട്ടുണ്ട്, അവൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നേരെ കാണാൻ വന്നത് എന്നെയാ. ഞാന് ശ്രീകാന്തുമായിട്ട് പിണങ്ങിയിരിക്കുകയാണെന്നും ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ അവനോട് ചെല്ലാൻ പറഞ്ഞ് അവനെന്ത് മോശയോടെ സംസാരിച്ചെന്നറിയോ എന്നൊക്കെ വർഷ ചോദിക്കുന്നുണ്ട്. എന്നെ രക്ഷകനായിട്ട് അപ്പൊ ഒന്ന് രക്ഷക ആരാന്നറിയാവോ? എന്റെ സച്ചിയേട്ടനാ എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട്, ആ മോളെ ഒരു കാര്യം ഉറപ്പിച്ചോ, ഇതേ അവന്റെ പ്ലാനിങ്ങാ. സച്ചി മനഃപൂർവ്വം അവനെ ഇറക്കിയതായിരിക്കും, അവന് റോഷനോടുള്ള പരിപാടിയായിരിക്കും. അച്ഛാ മതി അച്ഛാ, നിർത്ത്. അച്ഛനിനി മിണ്ടണ്ട. സച്ചിയേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അത് മാത്രമല്ല, റോഷനും സച്ചിയേട്ടനുമായിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. ആ സമയത്ത് അയ്യാ വന്നില്ലെങ്കിലേ ഞാൻ നാണം കിട്ടു പോയനെ. അവൻ എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. അച്ഛൻ കണ്ടുപിടിച്ച ആള് കൊള്ളാം. ഞാൻ എന്തായാലും എന്റെ വീട്ടിലേക്ക് പോവാ. അമ്മ പറയുന്നുണ്ട്, മോളെ ഇതല്ലേ നിന്റെ വീട്? അല്ല, എവിടെയാണോ ശ്രീകാന്ത് ഉള്ളത് അതാണ് എന്റെ വീട്. ഞാൻ പോവാ. അവിടെ ഉള്ളവരൊക്കെ എന്നെ എന്തുമാത്രം കെയർ ചെയ്ത് എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയാവോ? ആ രേവതി ചേച്ചിയോ എന്നെ സ്വന്തം അനിയത്തിയെ പോലെ കാണുന്നത്. എന്നിട്ടും അവരെ മറന്നിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. മോളെ, അവരൊക്കെ നിന്നെ പറ്റിക്കാ മോളെ. അച്ഛനെ തല്ലിയതൊക്കെ മോള് മറന്നുപോയോ? വേണ്ടമ്മേ, ഒന്നും പറയണ്ട. അച്ഛനെ തല്ലിയിട്ടെങ്കിലേ അത് അച്ഛന്റെ കയ്യിലിരിപ്പോണ്ട. അച്ഛൻ അടങ്ങിയിരിക്കണമായിരുന്നു. അച്ഛൻ എന്തിനാ ആവശ്യമില്ലാതെ രേവതി ചേച്ചിയെ കള്ളിയാക്കാൻ പോയത്? അതുകൊണ്ടല്ലേ അവരങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. പിന്നെ അച്ഛന് ആവശ്യമില്ലാതെ അവരെ കിടന്ന് ബഹളവും വഴക്കൊക്കെ ഉണ്ടാക്കി എന്തൊക്കെ സീന ഉണ്ടാക്കിയത്? അതുകൊണ്ടല്ലേ സച്ചേട്ടൻ അടിക്കേണ്ടി വന്നത്? സച്ചേട്ടനുള്ള ദേഷ്യമൊന്നും എനിക്ക് പോയിട്ടില്ല. എങ്കിലും എന്നെ രക്ഷിതേ അയാളാ എന്നും പറഞ്ഞിട്ട് വർഷ ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ എന്തായാലും എന്റെ വീട്ടിലേക്ക് പോവാ. ശ്രീകാന്ത് ആണെങ്കിൽ പാവം ആ ഹോട്ടലൊരു മുറിയിൽ ഒറ്റയ്ക്ക് താമസിക്കുക, ഞാൻ ചെല്ലാത്തത് കൊണ്ട്. എന്തായാലും ഞാൻ ഇനി പോവാ. ഇനി നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എന്നും പറഞ്ഞിട്ട് വർഷം അവിടെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. മഹിമ മധുനോട് പറയാണ്, എങ്കിലും എന്റെ ഏട്ടാ നമ്മുടെ പ്ലാനിങ് ഒന്നും നടന്നില്ലല്ലോ, ആ പെണ്ണ് പോയല്ലോ. എന്റെ പൊന്ന് മഹിമേ, നമ്മൾ എത്ര തവണ കണ്ടിരിക്കുന്നു ഇവളുടെ ചാട്ടമൊക്കെ. ഇവളുടെ സ്വഭാവം പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ? ഒറ്റ മോളാന്റെ കൊഞ്ചു കൊഞ്ച് നമ്മൾ തന്നെ വഷളാക്കിയതാ. അവൾ ഇന്ന് വേണമെന്ന് പറഞ്ഞ സാധനം നാളെ വേണ്ടെന്ന് പറയും, ഇന്ന് വേണ്ടെന്ന് പറഞ്ഞതോ നാളെ വേണമെന്ന് പറയും. അതാ അവളുടെ സ്വഭാവം. പിന്നെ ആ റോഷൻ എന്ന് പറഞ്ഞവൻ ഒരു കോമളിയായി പോയത് നമ്മൾ എന്ത് ചെയ്യാനാ? ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ റോഷനും സച്ചിയും കൂടെ ചേർന്നിട്ടുള്ള പണിയാണോ? എന്റെ പൊന്നു മഹിമേ, ഞാനതപ്പം അവളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതാ. റോഷനും സച്ചിയും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. ഈ റോഷനെ ഒരു പക്ക കോമാളിയ, അവൻ കാരണമാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവൻ നേരെ ചുവ നിന്നെങ്കിലേ ഇങ്ങനെ വല്ല നടക്കുമായിരുന്നോ? അവളെ കിട്ടി അവനിവിടെ നിൽക്കത്തില്ലായിരുന്നോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. മഹിമ പറയാണ്, എന്തായാലും നമുക്കൊരവസരം വരാതെ പോവില്ല. ഇന്ന് തൊട്ടേ ഞാൻ ഇതിന്റെ പതിയെ പ്ലാനിങ് ഒക്കെ തുടങ്ങാം. ആ രേവതി സച്ചിയാണ് വീണ്ടും അവരെ അങ്ങോട്ടേക്ക് വലിപ്പിക്കാൻ കാരണക്കാരായത്. അതുകൊണ്ട് ആദ്യം അവരെ വേണം അവിടുന്ന് അടിച്ച് പുറത്താക്കാൻ. എങ്കിലേ നമ്മുടെ മോളെ അവിടുന്ന് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് മഹിമ പറയുന്നുണ്ട്. അങ്ങനെ വർഷം നേരെ ഹോട്ടലിലേക്ക് പോവാണ് കേട്ടോ. ഹോട്ടലിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ശ്രീകാന്തിന്റെ ഫ്രണ്ടിനെ കാണുന്നുണ്ട്. അവനെ വിളിക്കാൻ പറയുന്നുണ്ട്. ശ്രീകാന്ത് വന്നിട്ട് എന്താന്ന് ചോദിക്കാണ്. നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് പറയുമ്പം ഇല്ല, ഞാൻ വരുന്നില്ല, നിന്റെ വീട്ടിലേക്ക് ഞാൻ എന്തായാലും വരില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, എന്റെ വീട്ടിലേക്കല്ല നിന്റെ വീട്ടിലേക്ക് പോകാനാണ് ഞാൻ വിളിച്ചതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴേക്കും ശ്രീകാന്തിന് സന്തോഷമാകുന്നുണ്ട്. ഫ്രണ്ട് എന്നിട്ട് പറയാണ്, ഇവിടെ ഒരു പന്ന മുറിയില് 5-6 പേര് യൂസ് ചെയ്യുന്ന ബാത്റൂമില് കൊതുകടിയൊക്കെ കൊണ്ട് പാറ്റുകൾ ഉള്ള തറയിലൊക്കെ കയറിയ ഇവൻ കിടന്നുകൊണ്ടിരുന്നത്. ഇനിയിപ്പം എന്തായാലും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അയാളും പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ വർഷയും ശ്രീകാന്തും കൂടി ഒരു കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ ചന്ദ്രോദയിലേക്ക് വരികയാണ്. ഇത് കാണുമ്പോഴേക്കും അവർക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്റെ മോള് വന്നെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ സന്തോഷകരമായിട്ട് സച്ചിയും രേവതിയും ശ്രുതിയും അതുപോലെ തന്നെ വർഷയും ശ്രീകാന്തും എല്ലാം കൂടെ കൂടിയിട്ട് ആ കേക്ക് കട്ട് ചെയ്യാണ്. സന്തോഷം കൊണ്ടാണ് കേക്ക് കട്ട് ചെയ്യുന്ന പറഞ്ഞ ശ്രുതി നമ്മുടെ വർഷ എല്ലാവർക്കും കപ്പിൾസിനിങ്ങനെ, അതായത് രേവതിയോട്
നമ്മുടെ സച്ചിയുടെ വായിൽ വെച്ച് കൊടുക്കാനൊക്കെ പറഞ്ഞ് എല്ലാവരോടും വായിൽ വെച്ച് കൊടുക്കാനൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കര ഹാപ്പി ആക്കുന്നുണ്ട് എല്ലാവരെയും. ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇനിയൊന്നും പറഞ്ഞതിന്റെ കാര്യമില്ല, കാരണം അതെല്ലാം കഴിഞ്ഞു പോയി. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇനി നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാം, അതാണല്ലോ അത്യാവശ്യം. അതല്ലാതെ കഴിഞ്ഞുപോയ കാര്യത്തെ പറ്റി പറഞ്ഞിട്ട് എന്ത് ചെയ്യാനെന്നൊക്കെ ചോദിച്ച് അവൾ ആ സീൻ ഒന്ന് കളർഫുൾ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എങ്കിലും എങ്ങനെ പരസ്പരം സംസാരിക്കും, മോൾ അങ്ങനെ ഇങ്ങോട്ടേക്ക് വരും, പ്രശ്നം എങ്ങനെ ഒതുക്കി തീർക്കുന്നൊക്കെ ഓർത്ത് വലിയ സങ്കടത്തിലും വലിയ കൺഫ്യൂഷനിലുമായിരുന്നു ഞങ്ങള്. മോൾ ഇത്രയ്ക്ക് ഈസി ആയിട്ട് അതെല്ലാം നേരെയാക്കിയല്ലോ, അത് തന്നെ നല്ല കാര്യം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വർഷ പറയുന്നുണ്ട്, അതാണെങ്കിൽ ഞാൻ പറഞ്ഞത് കഴിഞ്ഞു പോയ കാര്യമല്ലേ, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. കഴിഞ്ഞു പോയത് ചീത്തയാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്, സന്തോഷമുള്ള കാര്യത്തെ പറ്റി മാത്രം സംസാരിക്കാമെന്നും പറഞ്ഞിട്ട് വർഷ പറയുന്നുണ്ട്. എല്ലാവരും വർഷയുടെ ടാങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ശ്രുതി ഓർക്കാണ്, ഈശ്വര ഇവർ തിരിച്ചു വന്നോ, ഇവർ വരില്ലെന്നാണല്ലോ ഞാൻ കരുതിയത്. ഇനിയിപ്പോ എന്റെ അമ്മായിയമ്മ എന്റെ നേരെ തിരിയുമല്ലോ, ഇവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയല്ലോ എന്ന് മനസ്സിലോർക്കുന്നുണ്ട്. വന്നിട്ട് പറയുന്നുണ്ട്, അതെ വർഷേ, ഞാൻ കരുതിയത് നിന്റെ അച്ഛനെ അടിച്ചതുകൊണ്ട് നീ വരില്ലെന്നാ, ഇത്ര ഇവിടെ നീ വന്നോ? അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആ പാർലേട്ടത്തി തിരികൊളുത്താൻ എത്തിയല്ലോ, കണ്ടോ അമ്മേ എത്ര പെട്ടെന്നാ പാർലേട്ടത്തി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവള് പറയുന്നുണ്ട്, അതെ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. വർഷ പറയാണ്, ചേച്ചി ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ഇനി സംസാരിക്കണ്ട. എന്റെ അച്ഛനെ തല്ലി സച്ചിയുടെ രേവതിയെക്കുറിച്ചും അവരും മോശം പറഞ്ഞു, ആ പ്രശ്നം അതോടെ തീരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഈക്വലായി, ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് വർഷ എല്ലാവരോടും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. അച്ഛൻ പറയുന്നുണ്ട്, ചന്ദ്രേ ഇനിയെങ്കിലും എല്ലാവരെയും ഒരുപോലെ കണ്ട് ഒരുപോലെ സ്നേഹിക്കാൻ നീ പഠിക്കണം, അതാ നിനക്ക് വേണ്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് ചെമ്പനീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂസ് ആണ് കേട്ടോ. നാളെ നാളെ കഴിഞ്ഞോടെ സംഭവിക്കാൻ വന്ന എപ്പിസോഡ്സിന്റെ റിവ്യൂസ് ആണ്. അപ്പൊ ഇതുപോലെ എല്ലാ ദിവസവും നമ്മുടെ ചാനലിലൂടെ അപ്കമിങ് ആയിട്ടുള്ള എപ്പിസോഡ്സിന്റെ റിവ്യൂസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കോട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.